നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. മോഷണക്കേസിൽ ദമ്പതികൾ അറസ്റ്റ്. 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെബാസ്റ്റ്യന്റെ അറസ്റ്റോടെ ചുരുളഴിയുന്നത് ചേർത്തലയിൽ അരങ്ങേറിയ ഇരട്ടക്കൊലപാതകത്തിന്റെ നേരുകൾ. കോട്ടയത്ത് മോഷണ പരമ്പര. 2 ആഴ്ചക്കിടെ 5 ഇടങ്ങളിലാണ് മോഷണം അരങ്ങേറിയത്. HIV ബാധിതനായ സഹോദരനെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി. മോഷണക്കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് ചേട്ടൻ ബാവയെയും കൊല്ലം സ്വദേശിയായ ഭാര്യ ഷൈനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പന്തക്കല്ലിലെ വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണ്ണാഭരണം കവർന്ന പ്രതികളായ ഹോം നഴ്സിനെയും ഭർത്താവിനെയുമാണ് മാഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആറളത്തെ പി ദിലീപ് എന്ന ചേട്ടൻ ബാവ, ഭാര്യയും ഹോം നഴ്സുമായ കൊല്ലം സ്വദേശി ഷൈനി എന്നിവരാണ് പിടിയിലായത്. ആറളത്തെ വെള്ളിമാനം കോളനിയിൽ പനച്ചിക്കൽ ഹൌസിലെ പി ദിനേശ് എന്ന അനിയൻ ബാവയെ 28-ന് അറസ്റ്റ് ചെയ്തിരുന്നു. പി ദിലീപ് എന്ന ചേട്ടൻ ബാവയുടെ സഹോദരനാണ് പി ദിനേശ്. ഇയാളിൽ നിന്നും മോഷ്ടിച്ച 15 പവൻ സ്വർണ്ണാഭരണം കണ്ടെടുത്തിരുന്നു. 10 പവൻ സ്വർണം കൂടി കണ്ടെത്തേണ്ടതുണ്ടെന്ന് മാഹി പോലീസ് പറഞ്ഞു. രമ്യ രവീന്ദ്രന്റെ വീട്ടുജോലിക്കാരിയായ പ്രതി ഷൈനി, ഭർത്താവ് പി ദിലീപ് എന്ന ചേട്ടൻ ബാവ എന്നിവർക്കായി പ്രത്യേക സംഘം തെരച്ചിൽ നടത്തുന്നതിനിടെ ഇവരുടെ മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്തിയത്. 29-ന് പുലർച്ചെ കൊല്ലം ജില്ലയിലെ മീനമ്പലത്ത് നിന്നാണ് ഷൈനിയെയും ദിലീപിനെയും അറസ്റ്റ് ചെയ്തത്. ഇവർ മോഷണക്കുറ്റം സമ്മതിച്ചു. 4 മൊബൈൽ ഫോണുകൾ, 3 സ്മാർട്ട് വാച്ചുകൾ, 41 സൗദി റിയാലുകൾ, മോട്ടോർ സൈക്കിൾ എന്നിവയും പിടിച്ചെടുത്തു. മാഹി പന്തക്കൽ ഊരോത്തുമ്മൻ ക്ഷേത്രത്തിന് സമീപമുള്ള സപ്രമേയ വാടക വീട്ടിൽ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശിനി രമ്യ രവീന്ദ്രൻ ശിവകുമാറിന്റെ പരാതിയിലാണ് 26-ന് പോലീസ് കേസെടുത്തത്. 25-ന് രാത്രി വീട്ടിൽ ആരുമില്ലാത്തപ്പോഴായിരുന്നു മോഷണം. ഹോം നഴ്സ് ഷൈനി രമ്യയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്താണ് കവർച്ച ആസൂത്രണം ചെയ്തത്. ദിലീപിന്റെ പേരിൽ ആറളം പോലീസ് സ്റ്റേഷനിൽ 9 ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാഹി കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. സെബാസ്റ്റ്യന്റെ അറസ്റ്റോടെ ചുരുളഴിയുന്നത് ചേർത്തലയിൽ അരങ്ങേറിയ ഇരട്ടക്കൊലപാതകത്തിന്റെ നേരുകൾ. കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ പണയം വെച്ചതായും സ്ഥിരീകരിച്ചു. അതേസമയം സെബാസ്റ്റ്യന്റെ വീട്ടുപറമ്പിലെ കുളത്തിൽ ജഡങ്ങൾ ഉപേക്ഷിച്ചിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് സംഘം. ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെടുത്ത സംഭവത്തിൽ റിമാൻഡിലായ പ്രതി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനുമാണ് നടപടി. ഇതിനായി കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വ്യാഴാഴ്ച ഏറ്റുമാനൂർ കോടതിയുടെ ചുമതലയുള്ള ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. കൊല്ലപ്പെട്ടത് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയാണെന്ന നിഗമനത്തിൽ BNS 103 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിനാണ് കേസ്. ചൊവ്വാഴ്ച രാത്രി വൈകി ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാക്കിയാണ് സെബാസ്റ്റ്യനെ റിമാൻഡ് ചെയ്തത്. ഇയാളുടെ സഹായിയായ ചേർത്തല നഗരത്തിലെ ഓട്ടോ ഡ്രൈവർ മനോജിനെ 2 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ബുധനാഴ്ച വിട്ടയച്ചിരുന്നു. ഇയാളിൽ നിന്ന് മറ്റു ചില സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു സഹായി കണിച്ചകുളങ്ങര കവലയ്ക്ക് സമീപമുള്ള വസ്തു ഇടനിലക്കാരൻ മനോജിനെ കസ്റ്റഡിയിലെടുത്ത് ചൊവ്വാഴ്ച വിട്ടയച്ചിരുന്നു. കാണാതാകുമ്പോൾ ജൈനമ്മ 11 പവനോളം വരുന്ന സ്വർണ്ണാഭരണം ധരിച്ചിരുന്നതായാണ് ഇവരുടെ സഹോദരന്റെ മൊഴി. 8.5 പവനോളം പള്ളിപ്പുറം കേന്ദ്രീകരിച്ചുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ പേരിൽ പണയം വെച്ചതായി വിവരമുണ്ട്. ഈ പണം വസ്തു ഇടനിലക്കാരനായ മനോജിന്റെ കൈകളിലെത്തി. ഇക്കാര്യങ്ങളിലെ സങ്കീർണത നീക്കാൻ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും ലഭിച്ച ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് സർക്കാർ സഹായം തേടി. ജൈനമ്മയുടെ സഹോദരങ്ങളായ സാവിയോ മാണിയുടെയും ആൻസിയുടെയും സാമ്പിളുകളും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളും ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിരുന്നു. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ ചെങ്ങന്തറ വീട്ടുവളപ്പിൽ നിന്നാണ് തിങ്കളാഴ്ച ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. 2024 ഡിസംബറിൽ ജൈനമ്മയെ കാണാതായ പരാതിയിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന വിവരം ലഭിച്ചത്. തുടർന്നാണ് വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കോട്ടയത്ത് മോഷണ പരമ്പര. 2 ആഴ്ചക്കിടെ 5 ഇടങ്ങളിലാണ് മോഷണം അരങ്ങേറിയത്. മോഷ്ടാക്കൾ വിലസുമ്പോഴും പോലീസ് നിഷ്ക്രിയമാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. മോഷണക്കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കള്ളന്മാരാണ് മോഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നും വിവരമുണ്ട്. കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മോഷണം പെരുകിയിട്ടും പരിശോധന ശക്തമാക്കാതെ പോലീസ്. ആളില്ലാത്ത വീടുകളും ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് മോഷ്ടാക്കൾ നോട്ടമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 5-ലധികം ഇടങ്ങളിൽ കൊള്ള അരങ്ങേറി. ജയിലിൽ നിന്നും ഇറങ്ങിയ സ്ഥിരം മോഷ്ടാക്കളാണ് മിക്ക മോഷണങ്ങൾക്കും പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇവർ ജാമ്യത്തിലിറങ്ങിയിട്ടും കൃത്യമായി നിരീക്ഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴയും വൈദ്യുതി ഇല്ലാത്തതും മോഷ്ടാക്കൾക്ക് സഹായകമാകുന്നു. കൂടാതെ CCTVകൾ ഇല്ലാത്ത പ്രദേശവും സംഘം പകൽ സമയം നോക്കിവെക്കുന്നു. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ മോഷണം നടത്തുന്ന സംഘവും സജീവമാണ്. മോഷണം തടയുന്നതിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രാത്രികാലങ്ങളിൽ പേരും വാഹന നമ്പരും രേഖപ്പെടുത്തിയുള്ള പരിശോധനയിൽ ഒതുങ്ങുകയാണ് പോലീസ്. പകൽ സമയങ്ങളിലാണെങ്കിൽ പെറ്റിയടിക്കലാണ് ശ്രദ്ധ. പുലർച്ചെ 2-നും 4-നും ഇടയിലുള്ള സമയത്താണ് മോഷണങ്ങൾ ഏറെയും നടക്കുന്നത്. രാത്രികാലങ്ങളിലെ പോലീസ്
നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്വർണ്ണവില ഉയരുന്ന സാഹചര്യത്തിൽ മോഷണ ശ്രമങ്ങൾക്ക് സാധ്യതയും കൂടുതലാണ്. വീടിന്റെ പരിസരങ്ങളിൽ സംശയകരമായ സാഹചര്യത്തിൽ ആരെയും കണ്ടാൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ പോലീസ് നാട്ടുകാർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാട്ടകത്ത് 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. അലമാര കുത്തിത്തുറന്ന് പണം കവർന്നു. കുമരകത്ത് പള്ളിച്ചിറയിൽ ഗുരുദേവ ക്ഷേത്രത്തിലെ വിളക്കുകളും ഉരുളിയും മോഷ്ടിക്കപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടിൽ വീട്ടിൽ നിന്ന് 2.5 പവന്റെ മാലയും കുരിശും മോഷ്ടിച്ചു. പാലാ പിഴിക്കൽ പ്രവർത്തിക്കുന്ന ടൈൽ കടയുടെ ഷട്ടർ തകർത്തായിരുന്നു മോഷണം. മോഷണങ്ങൾ പതിവായതോടെ വീട് പൂട്ടി എങ്ങോട്ടും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നാട്ടുകാർക്കുള്ളത്. രാത്രിയിൽ ഭീതിയോടെയാണ് വീടിനുള്ളിൽ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. HIV ബാധിതനായ സഹോദരനെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി. കർണാടകയിലാണ് ഞെട്ടിക്കുന്ന ക്രൂരത അരങ്ങേറിയത്. മല്ലികാർജുൻ എന്ന 23-കാരനാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന മല്ലികാർജുൻ രക്തപരിശോധന HIV ണ്ടെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ കൊലപാതകം അരങ്ങേറിയത്. സഹോദരിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ഒളിവിലാണ്. HIV പോസിറ്റീവായ അനുജനെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ സഹോദരി ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ നിന്നുള്ള മല്ലികാർജുൻ എന്ന 23-കാരനാണ് കൊല്ലപ്പെട്ടത്. സഹോദരി നിഷയും ഭർത്താവ് മഞ്ജുനാഥും ചേർന്നായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. നിഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ നിഷയുടെ ഭർത്താവിനെ പോലീസ് തിരയുകയാണ്. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മല്ലികാർജുൻ കുടുംബത്തെ പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്നു. ജൂലൈ 23-ന് ഒരു സുഹൃത്തിന്റെ കാറിൽ ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് നിർത്തിയിട്ട ഒരു ട്രക്കുമായി വാഹനം കൂട്ടിയിടിച്ചത്. അപകടത്തിൽ മല്ലികാർജുന് ഗുരുതരമായി പരിക്കേറ്റു. ആദ്യം ചിത്രദുർഗയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പ്രത്യേക പരിചരണത്തിനായി ദാവൻകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നടത്തിയ രക്തപരിശോധനയിൽ മല്ലികാർജുൻ HIV പോസിറ്റീവാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര രക്തസ്രാവത്തെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ കുടുംബത്തോട് നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെ ജൂലൈ 25-ന് വൈകുന്നേരം മല്ലികാർജുനെ ഉടുപ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണെന്ന് നിഷ തന്റെ പിതാവിനെ അറിയിച്ചു. എന്നാൽ പിറ്റേ ദിവസം മല്ലികാർജുന്റെ മൃതദേഹവുമായിട്ടാണ് നിഷയും ഭർത്താവ് മഞ്ജുനാഥും വീട്ടിൽ തിരിച്ചെത്തിയത്. മകന്റെ കഴുത്തിൽ പാടുകൾ കണ്ടതോടെ പിതാവ് നാഗരാജപ്പയ്ക്ക് മകളെയും മരുമകനെയും സംശയമായി. ഇരുവരെയും ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. പ്രതികൾ കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് നിഷയ്ക്കും മഞ്ജുനാഥിനുമെതിരെ നാഗരാജപ്പ ഹോളാൽക്കരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. HIV ബാധിച്ച വിവരം പുറത്തറിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകുമെന്ന് ഭയന്നാണ് കൊല നടത്തിയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നും സ്വത്തിനു വേണ്ടിയാണ് മകനെ കൊലപ്പെടുത്തിയതെന്നും പിതാവ് നാഗരാജപ്പ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.